ഗുഡ് മോർണിംഗ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് പാഠം എടുക്കാം. കംപ്ലീറ്റ് ആയില്ലേ 3 ലെസൺ എല്ലാവർക്കും? കംപ്ലീറ്റ് ആക്കിയില്ലേ? നോട്ടൊക്കെ കംപ്ലീറ്റ് അല്ലേ? ആണോ കുട്ടികളെ? യെസ് ആണോ എല്ലാവർക്കും? ഓക്കെ. അപ്പൊ 3 ലെസൺ കംപ്ലീറ്റ് അല്ലേ എല്ലാവർക്കും? നോട്ടൊക്കെ ഇല്ലേ എല്ലാവർക്കും? ഇല്ലേ ഹന്ന? ഓക്കെ. അപ്പോ നമുക്ക് 4ാമത്തെ ലെസൺ എടുക്കാം അല്ലേ? അപ്പൊ എന്താണ് പാഠം 4? ഓക്കെ പറഞ്ഞോ. മിസ്സേ, എനിക്ക് ഇപ്പഴാ ക്ലാസ് കിട്ടിയത്. ഇംഗ്ലീഷിന്റെ ക്ലാസ് അല്ല. അല്ല നയന, ഇന്ന് ഇംഗ്ലീഷ് ടീച്ചർ ലീവാണ്. ടീച്ചർക്ക് വയ്യ, അതുകൊണ്ട് ടീച്ചർ ഇന്ന് ലീവാണ്. അപ്പൊ ആ ഒരു ക്ലാസ് നമുക്ക് വേസ്റ്റ് ആക്കണ്ടല്ലോ, അതുകൊണ്ട് കയറിയതാ മിസ്സേ. മലയാളത്തിന്റെ ടെക്സ്റ്റ് ബുക്ക് നോട്ട്ബുക്ക് എടുത്തിട്ട് വരാം. എടുത്തോ. ഓക്കെ. ബാക്കി എല്ലാവരും മലയാളം ടെക്സ്റ്റ് എടുത്തില്ലേ അല്ലേ? എടുത്തോ? ഓക്കെ. അപ്പോ പാഠം 4. എന്താ പാഠത്തിന്റെ പേര് നമ്മുടെ? കേൾക്കുന്നില്ലേ ഗ്രേസേ? സ്റ്റക്കായോ? എല്ലാവർക്കും കേൾക്കുന്നുണ്ടോ കുട്ടികളെ? കേൾക്കുന്നുണ്ട് മിസ്സേ. ഒന്ന് പറഞ്ഞ എല്ലാവരും കൈയാണിച്ച് കാണിക്കുന്നുണ്ടെങ്കിൽ. ഓക്കെ. അപ്പോ നമ്മുടെ പാഠത്തിന്റെ പേരെന്താ? പാഠം 4 പോകല്ല പൂക്കാലമേ നീ അല്ലേ? എന്താണ് പാഠം 4 പൂക്കാലമേ നീ അല്ലേ? അപ്പൊ നമുക്കിതൊന്ന് വായിക്കാം. ശ്രദ്ധിക്കണേ എല്ലാവരും, ടെക്സ്റ്റ് എടുക്കണം. അപ്പൊ ശ്രദ്ധിച്ചിരിക്കണം. പൂക്കുന്നിതാ മുല്ല പൂക്കുന്നിലഞ്ഞി, പൂക്കുന്നു തേന്മാവ് പൂക്കുന്ന ശോകം, വായിക്കുന്നു വേലിക്കു വർണ്ണങ്ങൾ പൂവാൽ, ചോക്കുന്നു കാടത്തി മേഘങ്ങൾ പോലെ, എല്ലാടവും പുഷ്പഗന്ധം പരത്തി, മെല്ലെന്നു തെക്കുന്നു വീശുന്നു വായു, ഉല്ലാസമീ നീണ്ട കൂകുരവത്താൽ എല്ലാവർക്കുമേകുന്നിതേ ഉക്കിലങ്ങൾ, പാടങ്ങൾ പൊന്നിൻ നിറം പൂണ്ടു നീലെ പാടിപ്പറന്നെത്തി തത്തയെല്ലാം, കേടറ്റ് നെല്ലിൻ കതിർക്കാമ്പു കൊത്തിക്കൂടാർന്ന ദിക്കോട്ടു പോകുന്നു വാനിൽ, ചന്തം ധരക്കേറെയായി ശീതവും പോയന്തിക്കു പൂങ്കാവിലെ ആളേറെയായി, സന്തോഷമേറുന്നു പൂങ്കാവനത്തിൽ പൊന്തുന്നു വാദ്യങ്ങൾ വന്നു വസന്തം, നാഗത്തിൽ നിന്നോ മനെ നിന്നെ വീട്ടീ ലോകത്തിനാനന്ദമേകുന്നീ ദീശൻ, കൊല്ലമീ നിന്റെ പാദം തൊഴാൻ പോകല്ല പൂക്കാലമേ, പോകല്ല പൂക്കാലമേ നീ അല്ലേ? എന്താ പറയുന്നേ? പൂക്കാലത്തോട് പോകല്ല എന്നാ പറയുന്നത് അല്ലേ? എല്ലാവർക്കും നെറ്റ് ക്ലിയർ. അപ്പൊ ഇത് ആരുടെ കവിതയാണ്? എൻ കുമാരനാശാന്റെ കവിതയാണ് അല്ലേ? അപ്പോ കുമാരനാശാന്റെ പുഷ്പവാടി എന്ന കവിതത്തിൽ ഏതാനും വരികളാണ് അല്ലെ ഇത്? പോകല്ല പൂക്കാലമേനി എന്നത്. അപ്പോ കുമാരനാശാനെ പറ്റി നമുക്കൊന്ന് വായിക്കാം അല്ലെ? എവിടെയുണ്ട്? സാമൂഹ്യ പരിഷ്കർത്താവായ മഹാകവി 1873 കായിക്കരയിൽ ജനിച്ചു. വീണപൂവ്, നളിനി, ലീല, കരുണ, ചണ്ടാല ഭിക്ഷുകി, ദുരവസ്ഥ, ചിന്താവിഷ്ടയായ സീത, പ്രരോദനം, പുഷ്പവാടി, ബാലരാമായണം എന്നിങ്ങനെ നിരവധി കൃതികൾ കൈരളിക്ക് കാഴ്ചവെച്ചു. 1924 ജനുവരി 16 പല്ലണയിൽ വച്ചുണ്ടായ ബോട്ട് അപകടത്തിൽ അന്തരിച്ചു അല്ലെ? കുമാരനാശാന്റെ കവിതയാണ് പുഷ്പവാടിന്നെടുത്തത് അല്ലെ? പോകല്ല പൂക്കാലമേ നീ.
ട്ടോ. അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. അദ്ദേഹത്തിനെ കുറിച്ച് ഇതിൽ പറഞ്ഞത് 1873 കായിക്കരയിൽ ജനിച്ചു. വീണപൂവ്, നളിനി, ലീല, കരുണ, ചണ്ടാല ഭിക്ഷുകി, ദുരവസ്ഥ, ചിന്താവിഷ്ടിയായ സീത, പ്രരോദനം, പുഷ്പവാടി, ബാലരാമായണം എന്നിങ്ങനെ നിരവധി കൃതികൾ കൈരളിക്ക് കാഴ്ചവെച്ചിട്ടുണ്ട് അല്ലേ. 1924 ജനുവരി 16 ബോട്ടപകടത്തിലാണ് അദ്ദേഹം മരിച്ചത് അല്ലെ. അപ്പോ അദ്ദേഹത്തിന്റെ പോകല്ല പൂക്കാലമേ നീ എന്ന കവിതയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ എന്താ പറയുന്നത് ഇതില്? പൂക്കുന്നിതാ മുല്ല പൂക്കുന്നിലെന്നീ, പൂക്കുന്നു തേന്മാവ് പൂക്കുന്ന അശോകം അല്ലെ. എന്തൊക്കെ ചെടികൾ പൂക്കുന്ന കാര്യ പറഞ്ഞത്? പൂക്കുന്നിതാ മുല്ല, ഇലഞ്ഞി, തേന്മാവ്, അശോകം അല്ലെ. പിന്നെന്താ? ഇതൊക്കെ പൂക്കുന്ന കാര്യ പറഞ്ഞു. പിന്നെന്താ? വായിക്കുന്നു വേലിക്കു വർണ്ണങ്ങൾ പൂവാൽ, ചോക്കുന്നു കാടന്തി മേഘങ്ങൾ പോലെ അല്ലേ. എന്താണ്? പൂവുകള് വിരിഞ്ഞു നിൽക്കുമ്പോ എന്താ ആ ഭാഗം മുഴുവൻ എന്ത് ചെയ്യും? ചുവപ്പ് നിറം അനുഭവപ്പെടുന്നു അല്ലെ. പൂക്കള് ചുവന്ന പൂവാണ് എന്തുണ്ടാവും? ചോക്കുന്നു. കാടന്തി മേഘങ്ങൾ. അപ്പൊ അവിടെ എന്ത് ചെയ്യുന്നേ? മേഘം എന്താ പറ്റുന്നേ? പൂക്കളെല്ലാം പൂത്ത് നിൽക്കുമ്പോ നല്ല ഭംഗിയായിരിക്കും അല്ലെ. ഓക്കെ. അപ്പൊ ഏതൊക്കെ ചെടികളാ പൂത്ത് നിൽക്കുന്നത്? പൂക്കുന്നിതാ മുല്ല, ഇലഞ്ഞി, തേന്മാവ്, അശോകം അല്ലേ. പിന്നെന്താ പറയുന്നേ? വായിക്കുന്നു വേലിക്കു വർണ്ണങ്ങൾ പൂവാൽ, ചോക്കുന്നു കാടന്തി മേഘങ്ങൾ പോലെ, എല്ലാടവും പുഷ്പഗന്ധം പരത്തി, മെല്ലെന്ന് തെക്കുന്നു വീശുന്നു വായു. തെക്കു ഭാഗത്ത് എന്ത് ചെയ്യുന്നേ? ഈ പൂക്കൾ വിരിഞ്ഞ പുഷ്പഗന്ധവും പരത്തിയിട്ട് എന്ത് ചെയ്യുന്നേ? വായു, അതായത് കാറ്റ് വീശുന്നുണ്ട് അല്ലെ. എന്തേന്ന് അതിനാ നടക്കുന്ന? എവിടെ ഇരുന്നേ? ലക്ഷ്മിപ്രിയ, എന്റെ വീഡിയോ ഓൺ ചെയ്യാത്തേ? നെറ്റ് കിട്ടൂലേ? അപ്പോ ഏബൽ സ്റ്റക്കാണ്. സായി കൃഷ്ണയുടെ വീഡിയോ ഓഫാണ്. മുഹമ്മദ് കെ, ജോസി ജോസഫ്, വീഡിയോ ഓൺ ചെയ്ത എല്ലാ കുട്ടികളും. എല്ലാരും ഓഫാക്കാണ്. എന്താ ലക്ഷ്മിപ്രിയ, എന്നാലും ക്ലിയർ ഇല്ല? വീഡിയോ ഓണാക്കി വെക്കും മക്കളെ. പൂക്കുന്നിതാ മുല്ല പൂക്കുന്നിലഞ്ഞി, പൂക്കുന്നു തേന്മാവ് പൂക്കുന്ന അശോകം. കാര്യമായിട്ടൊന്നും പറയാനില്ല, സിമ്പിൾ ആണിത്. വായിക്കുന്ന വേലിക്കു വർണ്ണങ്ങൾ പൂവാൽ, ചോക്കുന്നു കാടന്തി മേഘങ്ങൾ പോലെ, എല്ലാടവും പുഷ്പഗന്ധം പരത്തി, മെല്ലെന്നു തെക്കുന്നു വീശുന്നു വായു. എന്ത് ചെയ്യുന്നേ? ഈ പുഷ്പങ്ങൾ വിരിഞ്ഞു നിൽക്കുന്ന ആ പൂക്കളുടെ ഗന്ധം പരത്തിയിട്ട് കാറ്റ് വീശും. നമുക്ക് എന്തുണ്ടാവും? അതിന്റെ മണം ഉണ്ടാവും അല്ലെ. തെക്കുന്ന് കാറ്റ് വീശുന്നുണ്ട്. പിന്നെയോ? ഉല്ലാസമീ നീണ്ട കൂകുരവത്താൽ ഉല്ലാസമീ നീണ്ട കൂകുരവത്താൽ എല്ലാവർക്കും മേകുന്നിതേ. കോകിലങ്ങൾ എന്ത് ചെയ്യുന്നു? നല്ല കുയിലുകള് പാട്ട് പാടുന്നുണ്ട് അല്ലെ. കുയിലുകൾ നല്ല പാട്ട് പാടുമല്ലോ അല്ലെ. മയിലാടും, കുയിൽ എന്ത് ചെയ്യും? പാടും. അപ്പോ കുയിലിന്റെ പാട്ടുണ്ട് അല്ലെ. എന്താ? കോകിലങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? കുയിലുകള്. പാടങ്ങൾ പൊന്നിൻ നിറം പൂണ്ടു നീലെ പാടിപ്പറന്നെത്തി തത്തയെല്ലാം. എന്ത് ചെയ്തു? പാടങ്ങള് പൊന്നിൻ നിറം പൂണ്ടു നിൽക്കുന്നത് എപ്പോഴാ മുഹമ്മദേ? പാടങ്ങൾക്കെല്ലാം പൊന്നിൻ നിറം ഉണ്ടാവുക? മുഹമ്മദ് സ്റ്റക്കാണോ? അല്ല മിസ്സേ. ഞാൻ വീഡിയോ ഓൺ ആക്കിയിട്ടല്ലേ? ആ, വീഡിയോ ഓൺ ആക്കിയിട്ടാണോ ഉള്ളത്? അതെ, ഇപ്പൊ അതെ. അതിന്റെ ഇടയിൽ വീഡിയോ ഓഫ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എങ്ങനെയാ പാടങ്ങൾ എപ്പോഴാ പൊന്നിൻ നിറം കൊണ്ട് നിൽക്കുക? ഉല്ലാസമീ നീണ്ട കോകുരവത്തേർക്കുമേകുന്നത്
ഉല്ലാസമീ നീണ്ട കൂകുരുവത്താൽ എല്ലാവർക്കുമേകുന്നിതേ കോകിലങ്ങൾ. അത് കുയിലുകള് പാട്ട് പാടുന്നല്ലേ? അതല്ല ഞാൻ ചോദിച്ചടുത്തന്നെ, പാടങ്ങൾ പൊന്നിൻ നിറം പൂണ്ടത് എപ്പോഴാ? എപ്പോഴാ പാടങ്ങൾ പൊന്നിൻ നിറം പൂണ്ടിട്ടുണ്ടാവുക? നെല്ല് വിളഞ്ഞു നിൽക്കുമ്പോഴല്ലേ? പാടത്തില് നെല്ലുകളൊക്കെ വിഴിഞ്ഞു നിൽക്കുമ്പോ എന്ത് കളറായിരിക്കും? നെല്ലിന് എന്ത് കളറാണ് ഉണ്ടാവുക? അന്നേരാണ് അതാ പറഞ്ഞേ പൊന്നിൻ നിറം, സ്വർണ്ണ കളറില് ഉണ്ട് അല്ലേ? നീളെ പാടങ്ങൾ പൊന്നിൻ നിറം പൂണ്ടു നീളെ പാടിപ്പറന്നെത്തി ഈ തത്തയിൽ. അപ്പോഴെന്ത് ചെയ്യും? നെല്ലെല്ലാം വിളഞ്ഞു നിൽക്കുമ്പോ തത്തകളെല്ലാം അവിടെ പോയി ഇത് കഴിക്കാൻ കിട്ടുമല്ലോ. അതിനു വേണ്ടി തത്തകളെല്ലാം എന്ത് ചെയ്തു? പാടിപ്പറന്നെത്തിയടാ പാടത്തില് അല്ലേ? നെല്ല് തിന്നാൻ വേണ്ടി. അപ്പൊ അത്ര പറയാണ് അതിലെ. പൂക്കുന്നിതാ മുല്ല പൂക്കുന്നിലഞ്ഞി പൂക്കുന്നു തേന്മാവ് പൂക്കുന്ന ശോകം വായ്ക്കുന്ന വേലിക്ക് വർണ്ണങ്ങൾ പൂവാൽ ചോക്കുന്നു കാടന്തി മേഘങ്ങൾ പോലെ എല്ലാടവും പുഷ്പഗന്ധം പരത്തി മെല്ലെന്ന് തെക്കുന്ന് വീശുന്നു വായു ഉല്ലാസമീ നീണ്ട കൂകുരവത്താൽ എല്ലാവർക്കുമേകുന്ന് ഇതേ കോകിലങ്ങൾ. എല്ലാവർക്കും നല്ല ഈണത്തിലുള്ള കുയിലുകളുടെ പാട്ട് കേൾക്കാനുണ്ട് അല്ലെ? പിന്നെയോ പാടങ്ങൾ പൊന്നിൻ നിറം പൂണ്ടു നീളെ പാടിപ്പറന്നെത്തി ഈ തത്തയെല്ലാം എന്ത് ചെയ്യും? പാടത്തിലേക്ക് എത്തും. പാടങ്ങളിൽ പൊന്നിൻ നിറം പൂണ്ടപ്പോൾ, അതായത് പാടങ്ങളെല്ലാം വിളഞ്ഞു നിൽക്കുന്ന അവസരം, അതായത് നെല്ലൊക്കെ ഉണ്ടാവുന്ന സമയത്ത് തത്തകൾ എന്ത് ചെയ്യും? അത് കഴിക്കാനായി അവിടെ അല്ലേ? ഇത്ര പോലെയാണ് അതിലുള്ളത്. അപ്പൊ എന്താണ്? ഒന്നുകൂടി പാടാ. പൂക്കുന്നിതാമുല്ല പൂക്കുന്നിലഞ്ഞി വായിക്കുന്ന, വായിക്കുക പറഞ്ഞ എന്താ? വർദ്ധിക്കുക അല്ലെ? വായിക്കുന്നു വേലിക്കു വർണ്ണങ്ങൾ പൂവാൻ തോക്കുന്നു കാടന്തി മേഘങ്ങൾ പോലെ നാടവും പുഷ്പഗന്ധം എന്ന് പറഞ്ഞാൽ എന്താ? പൂവിന്റെ മണം അല്ലെ? പുഷ്പഗന്ധം, പുഷ്പങ്ങളുടെ മണം. എല്ലായിടവും എല്ലായിടത്തും പുഷ്പങ്ങളുടെ മണം പരത്തി മെല്ലെന്ന് തെക്കുന്ന് വീശുന്നു വായു അല്ലെ? വായു കാറ്റ് തെക്കുന്ന് വീശുന്നു, കാറ്റ് വീശുന്നു. ഉല്ലാസമീ നീണ്ട കൂകുരവത്താൽ എല്ലാവർക്കും ഏകുന്നതേ കോകിലങ്ങൾ അല്ലെ? കോകിലങ്ങൾ നല്ല ഈണത്തിൽ പാട്ട് പാടുന്നുണ്ട്. കുയിലുകൾ, കോകിലങ്ങൾ, കുയിലുകൾ. പാടങ്ങൾ പൊന്നിൻ നിറം പൂണ്ടു നീളെ പാടിപ്പറന്നെത്തി ഈ തത്തെല്ലാം പാടങ്ങള് പൊന്നിൻ നിറം പൂണ്ട സമയത്ത്, അതായത് നെല്ലൊക്കെ വിളഞ്ഞ് നിൽക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? തത്തകളൊക്കെ പാടത്തില് എത്തി തിന്നാൻ വേണ്ടി വരുന്നുണ്ട് അല്ലെ? തത്തകൾ മാത്രമായിരിക്കില്ല, കിളികളും ഒക്കെ വരുന്നുണ്ടാവും. ഓക്കെ, ഇവിടെ തത്തയെല്ലാം എന്നാ പറയുന്നത്. കേടറ്റ നെല്ലിൻ കതിർക്കാമ്പ് കൊത്തി, താഴെ പറയുന്നുണ്ട്, കേടറ്റ നെല്ലിൻ കതിർക്കാമ്പ് കൊത്തി കൂടാർന്ന ദിക്കോർത്ത് പോകുന്നു വാനിൽ അല്ലെ? നെല്ലിന്റെ കതിർക്കാമ്പൊക്കെ കൊത്തി കൂടാർന്ന കൂടിലേക്ക് ദിക്കോർത്ത് പോകുന്നു അല്ലെ? വാനില് പറന്ന് പോകുന്നുണ്ട് തത്തകൾ. ചന്തം ധരക്കേറെയായി ശീതവും പോയന്തിക്കു പൂങ്കാവിലെ ലാളേറെയായി. ചന്തം ഭംഗി, ധരക്ക്, ധര പറഞ്ഞ ഭൂമി അല്ലെ? ധരക്ക് ചന്തായി, ചന്തം എന്ന് പറഞ്ഞാൽ ഭംഗിയുണ്ടായി ഭൂമിക്ക്. ശീതവും പോയന്തിക്ക് പൂങ്കാവിലാളേറെയായി, സന്തോഷമേറുന്നു പൂങ്കാവനത്തിൽ പൊന്തുന്നു വാദ്യങ്ങൾ വന്നു വസന്ത. അപ്പൊ എന്താ പറയുന്നത്? വസന്തം വന്ന സമയത്ത് പൂക്കളൊക്കെ പൂത്ത്, വസന്തകാലാണ് അല്ലെ? പൂക്കളൊക്കെ പുഷ്പിക്കുന്ന സമയത്ത് വസന്തകാലാണ്. അപ്പൊ ആ വസന്തം വന്ന സമയത്ത് എന്തായി? നമ്മുടെ ധരക്ക്, ഭൂമിക്ക് ഭംഗിയേറെയായി അല്ലെ? ഓക്കെ, ഏതൊക്കെ പൂക്കളായിരുന്നു പൂത്ത് നിൽക്കുന്നത്? ഇലഞ്ഞിയുണ്ട്, മുല്ലയുണ്ട്, അശോകമുണ്ട്, പിന്നെന്തുണ്ട്? തേന്മാവ് അല്ലെ? തേന്മാവ് പൂത്ത് നിൽക്കുന്നുണ്ട് അല്ലെ? ഇതൊക്കെ കൂടി, അതുപോലെ നെല്ലുകളൊക്കെ വിളഞ്ഞു നിൽക്കുന്നുണ്ട്. തത്തകൾ അത് കൊത്താൻ വന്ന് പാറി വന്നിട്ടുണ്ട്. പിന്നെ കോകിലങ്ങളുടെ, കുയിലുകളുടെ പാട്ട് കേൾക്കുന്നുണ്ട്. ഇതൊക്കെ കൊണ്ട് എന്ത് ചെയ്യുന്നു? നമ്മുടെ ഭൂമി സുന്ദരമായിട്ടുണ്ട്. എന്തേ ഷഹാന? ഷഹാനക്ക് മനസ്സിലാവുന്നുണ്ടോ ഷഹാന? വായിക്കുക പറഞ്ഞ എന്താ അർത്ഥം? വർദ്ധിക്കുക, പുഷ്പഗന്ധം, പൂമണം. കോകിലങ്ങൾ
കുയിലുകൾ അല്ലെ. ചന്തം, ഭംഗി, ധര, ഭൂമി. നാഗം, നാഗത്തിലെ നാഗം സ്വർഗം. വസന്തകാലം എന്ന് പറഞ്ഞാൽ പൂക്കാലമാണ്. ഈശൻ, ഈശ്വരൻ അല്ലെ. എന്തേ നയന? മിസ്സേ, ഈ ലാസ്റ്റ് ഇവിടെ ഈ കൂക്കുരുവത്താന്ന് പറഞ്ഞതാ കോകിലത്തിന്റെ പാട്ട്. കൂകുരം, കുയിലുകൾ, കോകിലങ്ങൾ എന്ന് പറഞ്ഞാൽ കുയിലുകള് കേട്ടോ. കുയിലിന്റെ നല്ല പാട്ട്, അതാണ് കൂകുരം. കുയിലുകളുടെ ശബ്ദം, പാട്ട്, കുയിലിന്റെ പാട്ട്. ഓക്കെ. ഉല്ലാസം, ഈ നീണ്ട കൂരം എന്ന് പറഞ്ഞാൽ നല്ല ഉല്ലാസമുള്ള സന്തോഷം വരുന്നുണ്ട് ഈ പാട്ട് കേട്ടിട്ട്. എന്താണ് നയന? ഇനി എന്തെങ്കിലും ഉണ്ടോ? തത്തയല്ല, അത്രയും പഠിപ്പിച്ചിട്ടു. ഇനി നമുക്ക് ബാക്കി നാളെ പഠിപ്പിക്കുന്നുള്ളൂ. എല്ലാം കൂടെ ഒന്നിച്ച് പഠിപ്പിക്കണ്ട. ഓക്കെ. എന്താണ് ഡൗട്ട് നയനക്ക്? എനിക്കൊന്നുമില്ല, മുമ്പേ ചോദിച്ചതുള്ളൂ. അപ്പോ ഏതൊക്കെ പൂക്കളാണ് പൂത്ത് നിൽക്കുന്നുണ്ടായിരുന്നത്? ഏതൊക്കെ ചെടികളായിരുന്നു? മുല്ല, ഇലഞ്ഞി, തേന്മാവ്, അശോകം അല്ലേ? തേന്മാവ്, അശോകം. തേന്മാവ് പൂക്കുന്ന അശോകം എന്നല്ലേ? അപ്പൊ അശോകം. അപ്പൊ കുയിലിന്റെ നല്ല കൂകുരത്താല്, അതായത് നല്ല പാട്ട് കൊണ്ട് സന്തോഷമേകി അല്ലെ, ഉല്ലാസമേകി. പാടങ്ങൾ എന്തു നിറമാണ് പൂണ്ടത് എന്നുണ്ട് അടുത്ത ചോദ്യം. പാടങ്ങള് പൊന്നിൻ നിറമാണ് അല്ലെ പൂണ്ടത്. പൊന്നിൻ നിറം പൂണ്ടു, പാടങ്ങൾ പൊന്നിൻ നിറം പൂണ്ടു എന്നില്ലേ? അത് പൊന്നിൻ നിറമാണ് പൂണ്ടത്. അപ്പോ ഇത്ര പേരെ മതി. നമുക്ക് ബാക്കി ഭാഗം നാളെ എടുക്കാം കേട്ടോ. അപ്പോ ഇല്ല, ക്ലാസ് എടുക്കാൻ ഹോംവർക്ക് നമ്മുടെ ഇത് നിങ്ങള് ഇതുവരെയുള്ള എല്ലാം പഠിച്ചല്ലേ അല്ലേ? നിങ്ങൾക്ക് ഇതില്ലല്ലോ, അക്ഷരദീപം ബുക്ക് ഇല്ലല്ലോ 5th-ന്. 4th വരെ ഉള്ളൂ. അപ്പൊ ഈ ടെക്സ്റ്റ് നല്ലപോലെ വായിക്കണം. നമുക്കിപ്പം ഇന്നത്തെ പാട്ട് ഒരു 3 പ്രാവശ്യമെങ്കിലും വായിക്കണം. ഇതാ ഇന്നത്തെ ഹോംവർക്ക് കേട്ടോ. ആയിട്ടില്ല, നമ്മുടെ സമയം കഴിയാൻ ഇനിയും ടൈമുണ്ട്. ഓക്കെ. എന്തേ മുഹമ്മദേ? മുഹമ്മദ്, റെക്കോർഡിംഗ് ഒന്ന് മാറ്റി വെക്കോ? എന്തേ? പൂക്കുന്നു തേന്മാവ്, പൂക്കുന്ന അശോകം, വായിക്കുന്നു വേലിക്കു വർണ്ണങ്ങൾ പൂവാൽ, ചോക്കുന്നു കാടന്തി മേഘങ്ങൾ പോലെ. എല്ലാടവും പുഷ്പഗന്ധം പരത്തി, മെല്ലെന്ന് തെക്കുന്നു വീശുന്നു വായു. ഉല്ലാസമീ നീണ്ട കൂകുരവത്താൽ എല്ലാവർക്കുമേകുന്നിതേ കോകിലങ്ങൾ. പാടങ്ങൾ പൊന്നിൻ നിറം പൂണ്ടു നീളെ പാടിപ്പറന്നെത്തി തത്തയെല്ലാം. കേടറ്റ നെല്ലിൻ കതിർക്കാമ്പു കൊത്തി കൂടാർന്ന ദിക്കോർത്തു പോകുന്നു വാനിൽ. ചന്തം ധരക്കേറെയായി ശീതവും എന്തിക്കു പൂങ്കാവിനാളേറെയായി. സന്തോഷമേറുന്നു പൂങ്കാവന പൊന്തുന്നു വാദ്യങ്ങൾ അന്നു വസന്തം. നാഗത്തിൽ നിന്നോമനെ നിന്നെ വീട്ടി ലോകത്തിനാനന്ദമേകുന്നതീശൻ. ഈ കൊല്ലമീ നിന്റെ പാദം തൊഴാൻ ഞാൻ. പോകല്ല പോകല്ല പൂക്കാലമേ നീ, അല്ലയോ പൂക്കാലമേ നീ പോകരുത്. വസന്തകാലം പോവാനേ ഇഷ്ടപ്പെടുന്നില്ല അല്ലെ? പോകരുത് എന്നാണ് പറയുന്നത് ലാസ്റ്റ് ലൈനില്. അപ്പൊ നമ്മള് ഈ തത്തയെല്ലാം എന്നുള്ളവരെ നമ്മൾ പഠിച്ചിട്ടുള്ളൂ ഇന്ന്. അപ്പൊ കുട്ടികൾ ഇത് നല്ലപോലെ ഒരു 3 പ്രാവശ്യമെങ്കിലും വായിക്കണം കേട്ടോ. വായിക്കാൻ പഠിക്കണം കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ പിന്നെ ഇനിയിപ്പോ ഇതാരാ വായിക്കുന്നേ? ആർക്ക് വായിക്കാനാവും? ആർക്ക് വായിക്കും? ഹന്ന. ഓക്കെ.
ആര് കൈബന്ധിക്കാത്ത എല്ലാരും? ആ എന്നാ വായിച്ചോ. അടുത്ത ക്ലാസ്സിൽ എല്ലാരും കൊണ്ട് വായിപ്പിക്കും. പൂക്കുന്നിലഞ്ഞി പൂക്കുന്നു തേന്മാവ് പൂക്കുന്ന ശോകം വായിക്കുന്നു വേലിക്കു വർണ്ണങ്ങൾ പൂവാൽ ചോക്കുന്നു കാടത്തി മേഘങ്ങൾ പോലെ എല്ലായിടവും പുഷ്പഗന്ധം പരത്തി മെല്ലെന്ന് തെക്കുന്നു വീശുന്നു വായു ഉല്ലാസമീ നീണ്ട പൂക്കുരവത്ത എല്ലാവർക്കും മേകുന്നിതാ കോകിലങ്ങൾ പാടങ്ങൾ പൊന്നിൻ നിറം പൂണ്ടു നീളെ പാടിപ്പറന്നെത്തി ഇതാ പാടിപ്പറന്ന നെല്ലിൻ കതിർക്കാമ്പു കൊത്തി കൂടാർന്ന തിക്കോർത്ത് പോകുന്നു വാനിൽ ചന്തം ദരക്കേറെയായി ശീതവും എന്തിക്കു സന്തോഷമേറുന്നു പൂങ്കാവനത്തിൽ പൊന്തുന്നു വാദ്യങ്ങൾ വന്നു വസന്തം നാഗത്തിൽ നിന്നോമനെ നിന്നെ വീട്ടി ലോകത്തിൽ ആനന്ദമേകുന്നിരീശൻ ഈ കൊല്ലമേ നിന്റെ പാദം തൊഴാം ഞാൻ പോകല്ലോ പോകല്ലോ പൂക്കാലമേ നീ പുഷ്പവാടി എൻ കുമാർ. ഓക്കെ, അപ്പൊ എല്ലാരും വായിച്ചു പഠിക്കണേ. നെക്സ്റ്റ് ഇന്നാരാ പാടുന്നേ? ഏഞ്ചൽ. ഏഞ്ചൽ പാട്. പാഠം 4. പോകല്ല പൂക്കാലമേ നീ പൂക്കുന്നിതാ മുല്ല പൂക്കുന്നിലഞ്ഞി പൂക്കുന്നു തേന്മാവ് പൂക്കുന്ന ശോകം വായിക്കുന്നു വേലിക്കു വർണ്ണങ്ങൾ പൂവാൽ ചോക്കുന്നു കാടന്തി മേഘങ്ങൾ പോലെ എല്ലായിടവും പുഷ്പഗന്ധം പരത്തി മെല്ലെന്നു തെക്കുന്നു വീശുന്നു വായു ഉല്ലാസമീ നീണ്ട കൂങ്കുരുവത്താൽ എല്ലാവർക്കും മേകുന്നിതേ കോകിലങ്ങൾ പാടങ്ങൾ പോന്നിന്നിറം പൂണ്ടു നീളെ പാടിപ്പറന്നെത്തി തത്തയെല്ലാം കേടറ്റ നെല്ലിൻ കതിർക്കാമ്പു കൊത്തി കൂടാർന്ന ദിക്കോർത്തു പോകുന്നു വാനിൽ ചന്തം തിരക്കേറെയായി ശീതവും പോയന്തിക്ക് പൂങ്കാവിലോ ലാളേറെയായി സന്തോഷമേറുന്നു പൂങ്കാവനത്തിൽ പൊന്തുന്നു വാദ്യങ്ങൾ വന്നു വസന്തം നാഗത്തിൽ നിന്നോമനെ നിന്നെ വീട്ടി ലോകത്തിനാനന്ദമേകുന്നതീശൻ ഈ കൊല്ലമീ നിന്റെ പാദം തൊഴാം ഞാൻ പോകല്ല പോകല്ല പൂക്കാലമേ നീ പുഷ്പവാടി എൻ കുമാരനാശാൻ. ഓക്കെ, നെക്സ്റ്റ് റിഹാൻ. എന്താ റിഹാൻ അൺമ്യൂട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ? എന്താ പറയാനുള്ളത്? മുഹമ്മദ് റിഹാൻ. പോയോ റിഹാൻ? റിഹാൻ അവിടെ തുറന്നു വെച്ചിട്ട് റിഹാൻ പോയോ? ഓക്കെ, അപ്പൊ നമ്മുടെ ക്ലാസ്സിന്റെ ടൈം ഇപ്പൊ തീരും. റിഹാൻ എന്തിനാ അൺമ്യൂട്ട് ആക്കാൻ പറഞ്ഞ മിസ്സിനോട്? റിഹാൻ ആളെ ഇല്ലേ അവിടെ? ഓക്കെ, നമ്മുടെ സമയം കഴിയാറായേ. ഇപ്പൊ ഇന്നത്തെ ഈ പാഠം എല്ലാവരും 2-3 പ്രാവശ്യം വായിക്കണം. വായിക്കുന്നുണ്ടോ എല്ലാവരും? അല്ല വീട്ടിൽ കൊണ്ടുവെക്കുന്നേ ഉള്ളൂ. ഇത് വായിക്കുന്നില്ലേ ആരും? ടെക്സ്റ്റ് വായിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ ഒക്കെ വേഗം അന്ന് ആൻസർ ചെയ്യാൻ പറ്റും. ടെക്സ്റ്റ് വായിക്കുന്നവർക്ക് വായിച്ചിട്ട് സൈൻ ചെയ്തോ കേട്ടോ. വായിച്ചിട്ട് സൈൻ ചെയ്യണേ. അപ്പൊ വായിക്കുമല്ലോ. അപ്പൊ എന്താ ജോസി? പറ. മിസ് പീരിയോഡിക് ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻസ് നോട്ട്ബുക്കിലേക്ക് എഴുതിയത് മിസ് തന്നോ? എഴുതി വെച്ചിട്ടുണ്ടല്ലോ നിങ്ങള്. ക്വസ്റ്റ്യനും ആൻസറും എഴുതി വെക്കണേ. ഓപ്ഷൻ ഒന്നും എഴുതി വെക്കണില്ല, ആൻസർ മാത്രം. ഇപ്പൊ കാണിച്ചു തരാം മിസ്. അടുത്ത സെക്കൻഡ്. എന്താ കുഞ്ഞാറ്റക്കൊന്നും പിന്നെ ഒരു ഡൗട്ടും ഇല്ല അല്ലേ കുഞ്ഞാറ്റ? എന്തേനാ മിസ് വായിച്ചിട്ട് ഒപ്പിടണോ? ഒപ്പിടണം. 3 പ്രാവശ്യം വായിക്കണം. ഒരു പ്രാവശ്യം വായിച്ചാ പോരാ. ഓക്കെ, ഗുഡ്. ജോസി എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. എഴുതി സൂക്ഷിച്ചിട്ടുണ്ട്.
എല്ലാരും എഴുതി വെച്ചിട്ടുണ്ടോ? അത് എല്ലാ സബ്ജക്ട്സിന്റെ ഇതുപോലെ എഴുതി വെക്കണം കേട്ടോ. ക്വസ്റ്റ്യനും ആൻസർ സൂപ്പർ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ടൈം കഴിയാറായി. എല്ലാവരോടും ടാറ്റാ, ബൈ ബൈ. Bye bye. See you. Bye. Okay, bye. Bye, Miss. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ എല്ലാവരും വായിച്ചിട്ട് വരുക. ബൈ. Okay, Miss. ഓക്കെ. Okay, Miss.